ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال تعالى يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا وقال تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صدق الله العظيم الله سبحانه وتعالى അവന്റെ മഹബ ഫളൽ കൊണ്ട് നമ്മുടെ ഈ സദസ്സിനെ പരിപൂർണമായി ഖബൂലാക്കുമാറാകട്ടെ. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അല്ലാഹു തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനി ബാക്കിയുള്ള നമ്മുടെ ജീവിതം അള്ളാഹുവിന് പൊരുത്തപ്പെട്ട നിലയിൽ പാപരഹിതമായി കഴിച്ചു കൂട്ടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അളവറ്റ അനുഗ്രഹത്തിന്റെ പേരിൽ നമ്മുടെ ആയുസ്സിൽ ഒരിക്കൽ കൂടി പരിശുദ്ധ റമദാനിനെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി. റമദാൻ 1 ദീനിയായ വാദിന്റെ തഅലീമിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിൽ തുടക്കത്തിൽ സാധാരണഗതിയിൽ ഒരു പ്രഭാഷകൻ, ഒരു ഉസ്താദ്, ഒരു വാഇദ് പറയുന്ന വാക്കാണ് എന്ന് നമ്മൾ വിചാരിക്കരുത്. സാധാരണ അങ്ങനെയാണല്ലോ, റമദാൻ 1 അന്ന് പ്രസംഗിക്കാനിരിക്കുമ്പോൾ നമ്മൾ പറയാറുള്ള വാക്കാണ് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി റമദാനിനെ കണ്ടുമുട്ടാൻ ഭാഗ്യം കിട്ടി എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങുക. പക്ഷെ ആ പറയുന്ന വാക്കിന്റെ അർത്ഥം കാതുകൊണ്ട് കേൾക്കുന്നതിന് പകരം മനസ്സുകൊണ്ടൊന്ന് ആത്മാർത്ഥമായ നിലയിൽ സങ്കല്പിക്കാൻ ശ്രമിക്കണം. കാരണം നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പിടിയിലാണ്. ആ കാര്യത്തിൽ അള്ളാഹു അല്ലാത്ത ഒരു സൃഷ്ടിക്കും, അള്ളാഹു അല്ലാത്ത ആർക്കും ഒരധികാരവും അള്ളാഹു കൊടുത്തിട്ടില്ല. നമുക്ക് ഭൗതികമായ എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടാകുമ്പോഴും അതൊക്കെ ഉപയോഗപ്പെടുത്താൻ ആയുസ് നൽകേണ്ടവൻ അള്ളാഹുവാണ്. നിങ്ങളുടെ കാര്യം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മലക്കുകൾ അവർക്ക് നൽകിയ കൃത്യമായ സമയത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ മരിപ്പിക്കുക തന്നെ ചെയ്യും. قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. വീണ്ടും ഖുർആൻ പറയുന്നു, നബിയെ പറഞ്ഞു കൊടുക്കണേ. പറഞ്ഞ് ഉള്ളിലൊന്ന് കടന്നു കിട്ടിയാലേ പ്രയോജനമുള്ളൂ. വാക്കുകൊണ്ട് പറയാനും കാതുകൊണ്ട് കേൾക്കാനും ഒക്കെ എളുപ്പമാണ്. പക്ഷെ ഇത് ഉള്ളിലൊന്ന് കടന്നു കിട്ടണ്ടേ? യതവഫാകും മലക്കുൽ മൗത്തില്ലദി ഇന്നൽ മൗതല്ലദി തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ ഏതൊരു മരണത്തിൽ നിന്നാണോ വിരണ്ടോടിക്കൊണ്ടേയിരിക്കുന്നത്, കുതറി മാറിക്കൊണ്ടേയിരിക്കുന്നത്, ആ മരണം നിങ്ങളെ അങ്ങോട്ട് വന്ന് കണ്ടുമുട്ടുക തന്നെ ചെയ്യുന്നു. ഖുർആനിന്റെ പ്രയോഗം നമ്മൾ കൃത്യമായ നിലയിൽ മനസ്സിലാക്കണം. നിങ്ങൾ ഏതോ മരണത്തിൽ നിന്നാണോ വിരണ്ടോടി രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്, ആ മരണം നിങ്ങളെ അങ്ങോട്ട് വന്ന് കണ്ടുമുട്ടുക തന്നെ ചെയ്യും.
സുമ്മ തുറദ്ദൂന ഇലാ ആലിമുൽ ഗൈബി വശഹാദ, പിന്നെ നിങ്ങളെല്ലാവരെയും ആലിമുൽ ഗൈബി വശഹാദയായ അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് ആ മരണം വലിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. വലിച്ചു കൊണ്ടുപോകും. നമ്മൾ പോകാൻ കൂട്ടാക്കിയില്ലെങ്കിലും, നമ്മൾ പോകാൻ തയ്യാറല്ലെങ്കിലും അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം കൃത്യമായ നേരത്ത് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുക തന്നെ ചെയ്യും. ഖുർആൻ പറയാണ്, ആവർത്തിച്ച് പറയാണ്, ഇങ്ങനെയൊക്കെ അള്ളാഹു സത്യം ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മനസ്സിലാകാത്തത്? അഥവാ ഈ കാണുന്ന നമ്മളുടെ ഒക്കെ ശരീര അവയവങ്ങളും ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അതിന്റെ കൃത്യമായ നടത്തിപ്പും ഈ കാണുന്ന രൂപത്തിലൊക്കെ നേരെ ചൊവ്വേ നമുക്ക് വേണ്ടി സമ്മാനിക്കാൻ കഴിവുള്ളവനായ അള്ളാഹു അല്ലെ. അല അന്നുസവ്യ ബനാൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിരൽത്തുമ്പുകളുടെ അടയാളങ്ങളെ കൃത്യപ്പെടുത്തിയവനായ അള്ളാഹു എന്നാണല്ലോ നമ്മൾ പറയുക. അത് വിരൽത്തുമ്പുകളുടെ അടയാളം മാത്രമല്ല, നമ്മുടെ ശരീരത്തിലുള്ള മുഴുവൻ സംവിധാനങ്ങളെയും അത്ഭുതകരമായ നിലയിൽ ഇന്നീ കാണുന്ന തരത്തിൽ നമുക്ക് വേണ്ടി സംവിധാനിച്ച് സമ്മാനിച്ചിരിക്കുന്ന നമ്മുടെ രക്ഷിതാവാണ് പറയുന്നത്. അതൊക്കെ കൃത്യമായ ഒരു നേരം എത്തുമ്പോൾ, ഒരു കൃത്യമായ സമയം എത്തുമ്പോൾ അതൊക്കെ പണിമുടക്കും. അത് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന നേരത്തെത്തുമ്പോൾ നമ്മളുടെ പിടിയിൽ നിന്ന് പോകും. നമ്മളെ രക്ഷപ്പെടുത്തുമെന്ന് പ്രതീക്ഷയോടുകൂടി വാഗ്ദാനം ചെയ്ത് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന, ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൈപ്പിടിയിൽ നിന്നും ഒഴിഞ്ഞു പോകും, കുതറിപ്പോകും. പിന്നെ പിടിച്ചാൽ കിട്ടൂലല്ലോ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന ഈ ഭൗതികമായ ജീവിതത്തിന് വളരെ കൃത്യമായ ഒരു കണക്കുണ്ട്. ആ കണക്കിനനുസൃതമായ നിലയിൽ മാത്രമാണ് ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ കഴിയുക, ശ്വസിക്കാൻ കഴിയുക, ഭക്ഷിക്കാൻ കഴിയുക, കുടിക്കാൻ കഴിയുക, സുഖിക്കാൻ കഴിയുക. എല്ലാം ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം അവൻ അളന്നു തൂക്കിയതിനനുസൃതമായ നിലയിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അള്ളാഹു തആല മനസ്സിലാക്കി ബോധ്യപ്പെടാനുള്ള സൗഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് നൽകിയ ഈ ആയുസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കൽ കൂടി പരിശുദ്ധ റമളാനിനെ കണ്ടുമുട്ടാൻ സൗഭാഗ്യം തന്നല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അതൊരു മഹാഭാഗ്യമായി നമുക്ക് ബോധ്യപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ രണ്ട് സുഹൃത്തുക്കൾ വഫാത്തായി, രണ്ട് സുഹൃത്തുക്കൾ മരണപ്പെട്ടു. ആ രണ്ട് സുഹൃത്തുക്കളുടെ മരണത്തെ സംബന്ധിച്ച് നാട്ടിൽ ഒരു ചർച്ച നടന്നു. എന്തായിരുന്നു ചർച്ച? രണ്ടുപേരും മരണപ്പെട്ടു. ആദ്യം ഒരു സുഹൃത്ത് മരണപ്പെട്ടു. അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം 1 വർഷത്തിന് ശേഷമാണ് അടുത്തയാള് മരിച്ചത്. ആദ്യം മരണപ്പെട്ട ആള് ഷഹീദായ നിലയിലാണ് മരണപ്പെട്ടത്. ദീനിന്റെ മാർഗത്തിൽ അള്ളാഹുവിന് വേണ്ടി തന്റെ ജീവൻ അർപ്പണം ചെയ്ത് പോരാട്ടം നടത്തി രണഭൂമിയിൽ ധർമ്മസമരം ചെയ്ത് ഷഹാദത്ത് വരിച്ചു. ഷഹീദിന്റെ പ്രതിഫലം ഭയങ്കര കൂടുതലല്ല, നമുക്കൊക്കെ അറിയാലോ. ഷഹീദിന്റെ മേനിയിൽ നിന്നും ഒരു തുള്ളി രക്തം ഭൂമിയിൽ ഇറ്റു വീഴുന്നതോടുകൂടി അവന്റെ എല്ലാ പാപകർമ്മങ്ങളും മാപ്പ് ചെയ്യപ്പെടും. പിന്നെ വീഴുന്ന ഓരോ തുള്ളി രക്തത്തിനും പകരമായി അവന്റെ ദറജാത്തുകൾ ഉയർത്തപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണെങ്കിൽ ഷഹീദിന്റെ കൂലി എത്ര ഭയങ്കര കൂലിയാണ്. എന്നാൽ ഈ ഷഹീദായ സുഹൃത്തിന്റെ മറ്റേ സുഹൃത്ത് 1 വർഷത്തിന് ശേഷം സാധാരണ പോലെ മരിച്ചു. കുറച്ച് നാളുകൾക്ക് ശേഷം രണ്ടുപേരെയും മറ്റൊരാൾ സ്വപ്നത്തിൽ കണ്ടപ്പോൾ സ്വർഗത്തിന്റെ കവാടത്തിൽ ഈ രണ്ടാളുകൾ നിൽക്കുകയാണ്. സ്വർഗത്തിന്റെ കവാടത്തിൽ നിൽക്കുന്നു. എന്തിനാ? ഇപ്പം വാതിൽ തുറക്കും. വാതിൽ തുറന്നിട്ട് ആരുടെ പേരാ വിളിക്കുന്നത്? ബാ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടല്ലോ അല്ലേ? അള്ളാഹു നമ്മളെ ഒക്കെ ആ കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിന്റെ കവാടത്തിൽ കാത്തു നിൽക്കുന്ന ഈ 2 പേർക്ക് വേണ്ടിയിട്ടും സ്വർഗ കവാടം തുറന്നു. ഉള്ളിൽ നിന്നും ഒരു മലക്ക് വന്നു. എന്നിട്ട് 1 വർഷത്തിന് ശേഷം സാധാരണഗതിയിൽ മരണപ്പെട്ട ആ മനുഷ്യന്റെ പേര് വിളിച്ചിട്ട്, ബാ നിങ്ങൾക്ക് ഓർഡറായി, കേറിക്കോ എന്ന് പറഞ്ഞു. നിങ്ങളെ വിളിക്കുന്നു, കേറിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ മറ്റേദ്ദേഹം ചാടി വീണു. അങ്ങനെയാണല്ലോ, അത് സാങ്കല്പികം. മറ്റേത്തേക്കിന് എന്നെ വിളിച്ചിട്ടില്ലേ? ഞാൻ ഷഹീദല്ലേ? ഞാൻ നേരത്തെ ഷഹാദത്ത് വരിച്ച ആളല്ലേ? ഇല്ല, നിങ്ങളതായിട്ടില്ല. വിളിക്കും. അന്നേരം പോവാ. ഈ സ്വപ്നം കണ്ട ആൾക്ക് വല്ലാത്ത അത്ഭുതമായി. എന്താ അത്ഭുതം? അദ്ദേഹം ഉണർന്നിട്ട് ഇങ്ങനെ പിന്നെയും ആലോചിക്കാണ്, പടച്ചവനെ,
പ്രതിഫലത്തിന്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷഹീദിന്റെ കാര്യമല്ലേ നമുക്ക് കൂടുതൽ പറഞ്ഞു തന്നത്. ഷഹീദിന് കിട്ടുന്ന പ്രതിഫലം അത്ര വലുതല്ലേ? പക്ഷേ സ്വർഗപ്രവേശനത്തിന്, സ്വർഗവാസിയാകാനുള്ള സൗഭാഗ്യത്തിന് ഷഹീദിനേക്കാൾ മുന്നേ ഈ 1 വർഷത്തിന് ശേഷം മരിച്ച ആൾക്കല്ലേ സൗഭാഗ്യം കിട്ടിയത്? ഈ സംശയം അദ്ദേഹത്തിന് വല്ലാതെ അലട്ടിയപ്പോൾ, കൂടുതലായപ്പോൾ പിറ്റേന്ന് പ്രഭാതത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ വന്നു. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത്ഭുതത്തോടു കൂടി ഈ സ്വപ്നം അദ്ദേഹം തങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതിനെന്ത് അത്ഭുതപ്പെടാനിരിക്കുന്നു, അതിനെന്ത് അത്ഭുതപ്പെടാനിരിക്കുന്നു. ആ മനുഷ്യൻ അതിനുശേഷം 1 വർഷക്കാലം ജീവിച്ചില്ലേ? ആ മനുഷ്യൻ അതിനുശേഷം 1 വർഷക്കാലം ജീവിച്ചില്ലേ? ഈ 1 വർഷക്കാലത്തിൽ അദ്ദേഹം 1 റമദാൻ അധികം നോക്കി കിട്ടിയില്ലേ? അയാൾക്ക് 1 നോമ്പ് കിട്ടിയില്ലേ? 1 റമദാൻ മാസം കിട്ടിയില്ലേ? ഇത് പറയാനാണ് ഇത്രയും ഞാൻ 1 റമദാൻ അദ്ദേഹത്തിന് കിട്ടിയില്ലേ? എത്ര വലിയ ഭാഗ്യ! റമദാനിന്റെ നോമ്പ്, റമദാനിന്റെ നിസ്കാരം, റമദാനിന്റെ അമലുകൾ, ദാനധർമ്മങ്ങൾ ഇതൊക്കെ അധികം ചെയ്തില്ലേ? ഈ 1 വർഷക്കാലം 365 ദിവസത്തിൽ എത്ര നിസ്കാരം അദ്ദേഹം അധികം നിസ്കരിച്ചു, എത്ര നന്മകൾ അദ്ദേഹം അധികം ചെയ്തു. ഈ നന്മകൾ ചെയ്യാനുള്ള സൗഭാഗ്യം അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്തില്ലേ? അതുകൊണ്ട് അത്ഭുതപ്പെടാനൊന്നുമില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ 10-11 മാസക്കാലമായി പല ജാതി ജീവിത സാഹചര്യങ്ങളിലാണ് കഴിച്ചുകൂടിയത്. പാപകർമ്മങ്ങളിലും തെറ്റുകുറ്റങ്ങളിലും വൃത്തികേടുകളിലും മോശത്തരങ്ങളിലും ഒക്കെ നമ്മൾ അറിഞ്ഞും അറിയാതെയും പെട്ടുപോകാൻ ഇടയുള്ളവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല 1 മാസം അനുവദിക്കുകയാണ്. 1 മാസം. ഈ മാസത്തിൽ ഒരു സ്ഥലത്ത് നമ്മൾ ഒന്നിരുന്ന് സ്വൈരമായ നിലയിൽ, സ്വസ്ഥമായ നിലയിൽ നമ്മുടെ പാപകർമ്മങ്ങളെ കുറിച്ചിട്ടൊന്ന് ചിന്തിക്കാൻ, നമ്മുടെ തെറ്റുകുറ്റങ്ങളെ കുറിച്ചിട്ടൊന്ന് ചിന്തിക്കാൻ, നമ്മൾ ചെയ്തുപോയ പാപകർമ്മങ്ങളും തെറ്റുകുറ്റങ്ങളും സ്വന്തമായി ചിന്തിക്കുകയും അതിൽ ആത്മാർത്ഥമായി നദാമത്തുണ്ടാവുകയും ഖേദമുണ്ടാവുകയും മനസ്താപമുണ്ടാവുകയും ആ മനസ്താപത്തോടുകൂടി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്ന ശീലമുണ്ടാക്കുകയും ചെയ്യണം. റമദാനിൽ ഈ ദിക്ർ പറയുന്നതിന്റെ ഉദ്ദേശം അതാണ്. 1 ഷഹാദത്ത് കലിമ, ആ വിശ്വാസം നമ്മുടെ ഹൃദയങ്ങളിൽ ഊട്ടി ഉറപ്പിക്കണം. 2 നമ്മുടെ ജീവിത വിശുദ്ധി ഉറപ്പുവരുത്തണം. നമ്മുടെ കർമ്മങ്ങളിൽ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് ശുദ്ധി ഉണ്ടാകണം. അഥവാ അഴുക്ക് വരണ്ടു പോയെങ്കിൽ അതൊക്കെ കഴുകി വൃത്തിയാക്കാനുള്ള ഉപകരണമായി ഇസ്തിഗ്ഫാറിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇത് രണ്ടും നമ്മൾ പൂർണ്ണമായ നിലയിൽ ശ്രദ്ധിച്ചാൽ, ഈമാനുള്ളവർ, നല്ല അമലുകളുള്ളവർ, മോശമായ അമലുകളിൽ നിന്നും ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചവർ, അവർക്ക് കൊടുക്കാൻ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ലോകമാണ് സ്വർഗലോകം. പടച്ചോനെ എനിക്ക് നീ അത് തരണേ എന്ന് പറയണം. അസ്സലുക്കൽ ജന്ന എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാണ്. എനിക്ക് നീ അത് തരണേ എന്ന് പറയാം. എനിക്ക് നീ അത് തരണേ. ഇതുപോലെ ഓരോ കർമ്മങ്ങളിലൂടെയും നമ്മുടെ റബ്ബുമായി നമുക്ക് അടുപ്പമുണ്ടാകണം. നമുക്ക് 1 റമദാൻ കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞരുളി. എത്ര വലിയ ഭാഗ്യമാണ്. നമ്മുടെ ഈ പള്ളിയിൽ കുറെ കാലം സെക്രട്ടറി പദം അലങ്കരിച്ചിരുന്ന ഒരു നല്ല സേവകനായിരുന്നു സത്താർ സാഹിബ്. ഞാൻ 10-15-16 കൊല്ലം നിങ്ങളുടെ പള്ളിയിൽ ഖുത്ബ ഓതുമ്പോൾ അദ്ദേഹം, ഞാൻ ഖുത്ബക്ക് വരുന്ന സമയം മുതൽ തിരിച്ചെന്നെ കാറിൽ കയറ്റി വിടുന്നത് വരെ എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാകും. ഇന്ന് ഞാൻ വല്ലാതെ മാനസികമായി വിഭ്രാന്തിയിലായിപ്പോയി. റമദാൻ 1-ന്റെ അന്ന് തഅലീമിന് വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോൾ സാധാരണ പതിവ് അനുസരിച്ചിട്ട് പള്ളിയുടെ വാതിൽ കാത്തു നിന്ന് എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു മുത്തം തരും. ഒരു നിലയ്ക്ക് എല്ലാവരുടെ മുമ്പിൽ എന്റെ സ്വന്തം ആളാണ് ഉസ്താദ് എന്ന് കാണിക്കാൻ വേണ്ടി, സ്നേഹത്തിന്റെ പേരിൽ. ഞാനും അതുപോലെ അദ്ദേഹത്തെ എന്റെ ഉപ്പാനെ പോലെ കണക്കാക്കി തിരിച്ചു മുത്തം കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ തഅലീമിന് വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോൾ എന്നെ സ്വീകരിക്കാൻ നിന്നവരുടെ കൂട്ടത്തിൽ അദ്ദേഹം ഇല്ല. എന്നെ പിടിച്ചു മുത്താൻ അദ്ദേഹം ഇല്ല. പകരം കുറച്ച് സമയത്തിന് മുമ്പ് അദ്ദേഹത്തെ അടക്കം ചെയ്ത ഖബറിന്റെ മുകളിൽ ചെന്ന് നിന്നുകൊണ്ട് എന്നേക്കുമായി അദ്ദേഹത്തോട് യാത്ര പറഞ്ഞു. ഞാൻ കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കുറെ ദുആയുടെ വാക്കുകൾ പറയുന്നതിന് പകരം ആ തലയുടെ നേരെ നിന്നുകൊണ്ട് രഹസ്യമായി അദ്ദേഹത്തിന് വേണ്ടി നമ്മുടെ റബ്ബിനോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു, മാനസികമായി. അപ്പൊ ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു, പടച്ചോനെ, മനുഷ്യന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്നൊക്കെ പറയുന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഇന്നലത്തെ മഗ്രിബ് നമസ്കാരത്തോടു കൂടി റമളാനിലേക്ക് കടന്നു. പക്ഷേ ആ റമളാനിന്റെ പകലിൽ നോമ്പെടുക്കാൻ, തഅലീമിന്റെ സദസ്സിലിരിക്കാൻ, ഉസ്താദിനെ സ്വീകരിക്കാൻ, തന്റെ കുടുംബത്തോടൊപ്പം ജീവിതത്തെ അനുഭവവേദ്യമാക്കാൻ അള്ളാഹു ആ സഹോദരന് തൗഫീഖ് കൊടുക്കും. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ, മർഹമത്ത് കൊടുക്കുമാറാകട്ടെ. നമുക്കൊക്കെ അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതം, പ്രിയപ്പെട്ടവരെ, ഈ നിലയിൽ അള്ളാഹുവിന്റെ പിടിയിലാണ്.
അതിനെ സംബന്ധിച്ചിട്ട് അതിന്റെ ഭാവിയെ കുറിച്ചിട്ട് പ്രവചിക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൂമിയിൽ ഒരു ടെക്നോളജിയെ കൊണ്ട് സാധ്യമല്ല, ഒരു സയൻസിനെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം മരണം ഏത് സമയത്തും വരാം. അതുകൊണ്ട് എപ്പോഴും അതിനു വേണ്ടി തയ്യാറായിരിക്കുകയും ഏത് സമയത്ത് വന്നാലും സന്തോഷത്തോടുകൂടി യാത്രയാകാനുള്ള തൗഫീഖിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയും വേണം. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു. എല്ലാവർക്കും മരണം ആസന്നമാകും, എല്ലാരെയും മരണം വന്ന് പിടികൂടുക തന്നെ ചെയ്യും. പക്ഷെ മരണം ആസന്നമാകുമ്പോൾ അതിന് വിധേയനാക്കപ്പെടുന്ന മനുഷ്യന്റെ മനസ്സ് നല്ലതാണെങ്കിൽ, ജീവിതം നല്ലതാണെങ്കിൽ, അവന്റെ ഈമാൻ വിശ്വാസം നല്ലതാണെങ്കിൽ, അവനെ കുറിച്ചിട്ട് ആകാശത്തിലുള്ള ഇമേജ് നല്ലതാണെങ്കിൽ, അള്ളാഹു നമുക്കൊക്കെ അത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ ടൗണിലേക്ക് വന്നപ്പം, കാബസാറിലേക്ക് വന്നപ്പം, പള്ളിയിലേക്ക് വന്നപ്പം കുറെ സഹോദരങ്ങൾ വന്നു, കൈപിടിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, സലാം പറയുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. മുഹബത്ത്, ദീനിന്റെ പേരിലുള്ള മുഹബത്ത്. പക്ഷെ ഞാൻ സുന്നത്ത് നിസ്കരിക്കാൻ കൈകെട്ടിയപ്പോ പടച്ചവനെ, ഇത് ഭൂമിയിൽ എന്നെ കുറിച്ചിട്ടുള്ള സ്നേഹത്തിന്റെ നല്ല ഇമേജ് ആണ്. പക്ഷേ ആകാശത്ത് എന്നെ കുറിച്ചിട്ട് നിന്റെ അടുക്കൽ, നിന്റെ മലക്കുകളുടെ അടുക്കൽ എന്തായിരിക്കും അന്ന് ആലോചിക്കണ്ട. നമ്മൾ ആലോചിക്കണ്ടേ? ആകാശത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ, അവന്റെ മലക്കുകളുടെ ഇടയിൽ നമ്മളെ സംബന്ധിച്ചിട്ട് എന്താണ് പറയപ്പെടാറുള്ളത്? അള്ളാഹു നമുക്കൊക്കെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ, ആഖിറം സലാമത്താക്കി തരുമാറാകട്ടെ. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക. അള്ളാഹുവിനെ വെറുപ്പിക്കാതെ, അവന്റെ അടിമകളെ വെറുപ്പിക്കാതെ, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ അടിയാറുകൾക്ക് നന്മകളൊക്കെ ചെയ്തുകൊണ്ട് ഭൂമിയിൽ ജീവിച്ച നല്ല ദാസന്മാരാണ് മരണാസന്നരാകുന്നതെങ്കിൽ ആ മയ്യത്തുകളെ സ്വീകരിക്കാൻ വേണ്ടി, അറൂഹിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരുന്ന മലക്കുകൾ സന്തോഷത്തിന്റെയും സ്വാഗതത്തിന്റെയും വാക്കുകൾ പറയും. അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നതി അല്ലതി കുൻതും തുഅദൂൻ. അല്ലാ തഖാഫു, ഭയപ്പെടാനൊന്നുമില്ല, വലാ തഹ്സനു, പരിഭവിക്കാനുമില്ല, പ്രയാസപ്പെടാനുമില്ല. വഅബ്ശിറൂ ബിൽ ജന്നതി അല്ലതി കുൻതും തുഅദൂൻ. നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ദുആ ചെയ്തു, നമ്മൾ കഠിനമായ അമലുകൾ ചെയ്തിട്ടും നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിന്റെ നിഅമത്തുകളെ കാട്ടിയിട്ട്, ഇതാ ഈ സ്വർഗത്തിലേക്കാണ് നീ പോകുന്നത്, പിന്നെന്തിനാ ബേജാറാകുന്നത്, പിന്നെന്തിനാ വിഷമിക്കുന്നത്? ബേജാറാകണ്ട, വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് അവരുടെ ആത്മാക്കളെ പിടിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുക. അള്ളാഹു ആ നിലയിലുള്ള നല്ല മരണം നൽകി നമ്മളെയൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഭാര്യമാരോട് പറയണം, മക്കളോട് പറയണം, അവരോട് സുന്നത്തായ അമലുകൾ വർദ്ധിപ്പിക്കാൻ പറയണം, ദിക്ർ വർദ്ധിപ്പിക്കാൻ പറയണം, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ പറയണം, സലാത്ത് വർദ്ധിപ്പിക്കാൻ പറയണം. അള്ളാഹു തആല ഈ നിലയിലൊക്കെ അമലുകൾ വർദ്ധിപ്പിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി അവൻ വിളിക്കുമ്പോൾ സന്തോഷത്തോടുകൂടി അവങ്കിലേക്ക് മടങ്ങാനുള്ള സൗഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി.